അതെ അംബിക മാഡം, എന്തൊക്കെയുണ്ട് മാഡം വിശേഷം? നല്ല വിശേഷം. നിങ്ങളുടെ വിശേഷം എന്താ? നന്നായി പോകുന്നു. സോറി കേട്ടോ, ഞാൻ ഫോൺ ചെയ്യാൻ മറന്നുപോയായിരുന്നു. അത് കുഴപ്പമില്ല. ആ പയ്യനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട്. പയ്യനോ? ഏത് പയ്യൻ? നിങ്ങളെന്ന് പറഞ്ഞു വിട്ടില്ലേ, ആ പയ്യൻ തന്നെ. പ്രേമെന്നല്ലേ പേര് പറഞ്ഞേ? ഞാൻ അയച്ചെന്നോ? അയ്യോ ഇല്ല മാഡം, പ്രേം ഇപ്പൊ ഡൽഹിയിലാണല്ലോ. അടുത്ത ആഴ്ച വരുള്ളൂ. മേഡം ഇപ്പൊ ഇത് ആരുടെ കാര്യം പറയുന്നത്? അപ്പൊ പിന്നെ അതാരായിരുന്നു? കഴിഞ്ഞ 5 ദിവസമായിട്ട് അയാള് ഞങ്ങളുടെ വീട്ടിലുണ്ട്. അംബിക മാഡം, അല്ല നിങ്ങളുടെ വീട്ടിലാരാ താമസിക്കുന്നേ? ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ശരിക്കും ഇഷ്ടപ്പെട്ടോ? എങ്കി പറ. ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാ, പക്ഷേ നീ കുറച്ച് ഡേഞ്ചറസാ. അപ്പൊ നിനക്ക് ഈ പടക്കങ്ങളൊന്നും ഇഷ്ടമല്ലേ? പടക്കോ? നീ ഒരു ആറ്റം ബോംബ്. എങ്കിലും ഒന്ന് ചൂട് പിടിപ്പിക്ക്. ഈ ആറ്റം ബോംബ് ഒന്ന് പൊട്ടട്ടെ. കടന്നൽ കൂടെ ഇളക്കാൻ നോക്കല്ലേ. ഒരു കുത്ത് കിട്ടിയാലുണ്ടല്ലോ, നല്ല സുഖം ഉണ്ടാവും. ആണോ? എങ്കിലൊന്ന് കുത്തി നോക്ക്. സുഖം ഉണ്ടാവുമെന്ന് നോക്കട്ടെ. ഇന്ന് രാത്രി നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇന്ന് നീ എന്നെ എന്തായാലും നിന്റേതാക്കി മാറ്റണം. ഇതെന്ത് ഭ്രാന്താ? നിന്റെ അസുഖം കുറച്ച് കൂടുന്നുണ്ട്. നീ സ്വപ്നത്തിൽ ഇതൊക്കെ തന്നെയാണോ കാണുന്നേ? നിനക്ക് എന്തിനു വട്ടാടി? ഉറക്കത്തിൽ എഴുന്നേപ്പിച്ച് ഒച്ച ഉണ്ടാക്കുന്നോ? നീ കണ്ട സ്വപ്നമൊക്കെ കണ്ടിട്ട് എന്റെ മെക്കിട്ടേറാൻ വരുന്ന എന്തിനാ? എന്റെ സ്വപ്നത്തിൽ ഞാൻ പ്രേമിന്റെ ഒപ്പമായിരുന്നു. എന്നെ തൊട്ട് തലോടി ഞങ്ങള്. പക്ഷെ നീ എഴുന്നേപ്പിച്ച് കളഞ്ഞല്ലേ? നീ സൂക്ഷിച്ച് സംസാരിക്കണം. നിന്റെ ചേട്ടന്റെ സ്ഥാനമാ. ആണോ? നീയല്ലേ കല്യാണം വേണ്ടെന്ന് പറഞ്ഞേ? നിന്നെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ഞാനേ ഇതെപ്പോ തന്നെ അമ്മയോട് പറഞ്ഞ് നിനക്കുള്ളത് വാങ്ങിത്തരാം. എനിക്ക് വേണ്ടത് തന്നെയാ ഞാൻ നിന്നോടും പറയുന്നത്. പ്രേമിനെ സ്വന്തമാക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, മനസ്സിലായാലും. എങ്കിൽ നമുക്ക് കാണാം പ്രേം ആരെയാ കല്യാണം കഴിക്കുന്നതെന്ന്. ഓ, കാണാം. നമസ്കാരം. നിങ്ങള് അംബിക മാഡം അല്ലേ? അത് ഞാൻ തന്നെയാ. ശരി, അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ പ്രേം. ആ ബ്രോക്കർ ഇന്ന് വന്നൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായി വാ മോനെ. പക്ഷെ ബ്രോക്കർ എന്നോട് പറഞ്ഞത് വിളിച്ചിട്ട് വരാന്നാണല്ലോ. ആക്ച്വലി ഞാനിപ്പോ പുള്ളിയോട് സംസാരിച്ചുള്ളൂ. പുള്ളിക്ക് എന്തോ അർജന്റ് ജോലി ഉണ്ടായിരുന്നെന്ന്, അതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല. ശരി, എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പൊ പോയിട്ട് പുള്ളിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാം. ശരി. നിക്ക് മോനെ, വാതിക്ക് വരെ വന്നേല്ലേ, അകത്തേക്ക് വാ. സ്വന്തം വീടാന്ന് കരുതിയാ മതി. വാ മോനെ, അകത്തേക്ക് വാ. താങ്ക് യു അമ്മേ. ഇയാള് ശരിക്കും എന്ത് ഗുഡ് ലുക്കിംഗാ. നല്ല മര്യാദക്കാരനാന്നാ തോന്നുന്നേ. മോനിരിക്കെ, ഞാനൊരു ചായ ഇട്ട് വരാം. ശരി, ഇരുന്നോ. നിങ്ങൾക്ക് തണുക്കുന്നില്ലേ? അതുകൊണ്ടാ ഞാനൊരു ചൂട് ചായ ഇട്ടോണ്ട് വന്നേ. നിങ്ങളൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ പാമ്പർ ചെയ്യുന്നേ? ഞാൻ ഈ വീട്ടിലെ വെറും ഒരു അതിഥി മാത്രം. അതുകൊണ്ടല്ല, നിങ്ങളിപ്പോ ഈ ഫാമിലിയുടെ ഒരു ഭാഗമല്ലേ.
നിങ്ങള് ചേച്ചി അനിയത്തിയും വ്യത്യസ്ത സ്വഭാവക്കാരാ. ഒരു കുറുമ്പുകാരിയും ഒരു പാവവും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ പെണ്ണുങ്ങളെ ഇഷ്ടം? എനിക്കോ? കണ്ണുകൊണ്ടെല്ലാം പറഞ്ഞിട്ട് ഒന്നും പറയാതിരിക്കുന്നവളെ. അത് ദീപ പറയുമായിരുന്നു നിങ്ങൾക്ക് അവളെ ഇഷ്ടാണെന്ന്. നിങ്ങള് അവളെ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. നിനക്കെന്താ തോന്നുന്നു നേന? എനിക്ക് നിങ്ങൾ എന്നിൽ എന്താ കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ നിങ്ങൾ എന്റെ അടുത്ത് വരുമ്പോ എനിക്കെന്തോ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ നിന്റെ അടുത്തുണ്ടെങ്കിലോ? കണ്ടോ, എന്റെ കൈ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്റെ മനസ്സും. ഞാൻ ദീപയെ പോലെ ഒന്നുമല്ല, പക്ഷെ അവളെക്കാളൊട്ടും പിന്നിലുമല്ല. വെള്ളം എടുത്തോളൂ. ദാ. നിങ്ങള് സിഗരറ്റ് വലിക്കൂ? ഇല്ല. മുറുക്കാറുണ്ടോ? ഇല്ല. നല്ല കാര്യം. എനിക്കിത് രണ്ടും ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ പിന്നെ തനിക്ക് എന്താ ഇഷ്ടം? നിങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതെന്റെ മോള് ദീപ, ഇത് നയന. ഇയാളെ കണ്ടിട്ട് ഭയങ്കര പാവമാണെന്ന് തോന്നുന്നല്ലോ. ഇവള് ശരിക്കൊരു മിണ്ടാപ്പൂച്ചയാ. നിങ്ങളെടുത്ത് കഴിക്കേ. ശരി. സോറി, ഞാനത് അറിയാതെ കേറിപ്പോയതാ. പിന്നെന്തിനെ വായ പൊത്തി പിടിച്ചേ? സത്യാണല്ലോ. സത്യമായിട്ടും പ്രോമിസ്. എന്നിട്ടൊന്നും കണ്ടില്ലല്ലോ? ഇല്ല, ഞാൻ ശരിക്കും ഒന്നും കണ്ടില്ല. എന്തായാലും ഒരു തെറ്റ് പറ്റിയില്ലേ? അപ്പൊ പിന്നെ ആ തെറ്റിനെ അങ്ങ് കണ്ടിന്യൂ ചെയ്താലോ? എന്ന് വെച്ചാ ഐ വാണ്ട് ടു ഹെൽപ്പ് യു. എന്നെ നയനേനെ തമ്മില് ചൂസ് ചെയ്യാൻ വേണ്ടിട്ട്. എങ്കില് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ കണ്ടില്ലെങ്കിൽ ഇപ്പൊ കണ്ടോ? നീയായിരുന്നു? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്കങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു. അപ്പൊ കുറച്ചേരം സംസാരിക്കാന്ന് വെച്ചു. വാ, വന്നിരിക്കെ. പറഞ്ഞു.
ഒരുപാട് നാടകം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് മനസ്സിലായില്ല. ദീപ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോയല്ലേ? ഓ, അത് ശരി. അത് പിന്നെ ഞാൻ ദീപ കുറച്ച് വാശി പിടിച്ചപ്പോ ഞാൻ വേറെ നിവൃത്തിയില്ലാതെ അവളുടെ കൂടെ പോയതാ. പിന്നെ ഞാൻ ഷോപ്പിങ്ങിന് പോയത് അവളുടെ ഒപ്പം ആണെങ്കിലും ഗിഫ്റ്റ് വാങ്ങിയത് വേറെ ഒരാൾക്കാ. എനിക്കായിരുന്നോ? താങ്ക് യു സോ മച്ച്. ആഹാ, താങ്ക് യു മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ലേ? വേറെയോ? വേറെ എന്താ വേണ്ടത് നിങ്ങക്ക്? നൈനമോളെ, ഇതെല്ലാം നിന്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ വാങ്ങി വെച്ചതാ. അമ്മയെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ മോളെ. അമ്മേ, എനിക്ക് ഇത്ര അധികമൊന്നും വേണ്ട അമ്മേ. എനിക്ക് അമ്മയുടെ സ്നേഹവും അനുഗ്രഹവും മാത്രം മതി അമ്മേ. അമ്മയുടെ അനുഗ്രഹത്തിന് ഫലം കണ്ടു തുടങ്ങുന്നത് മോളിതൊക്കെ അണിഞ്ഞു കാണുമ്പോഴാ. അമ്മേ, ഇത് എന്തോരു ആഭരണങ്ങളാ. ഇതൊക്കെ നയനയ്ക്ക് കൊടുക്കാൻ പോവാണോ? ഞാനും അമ്മയുടെ മോള് തന്നെയല്ലേ? നിനക്കും ഉണ്ട് മോളെ. പക്ഷെ ആദ്യം നീ ഒരു പെൺകുട്ടിയെ പോലെ ആവ്. ആൺകുട്ടികളെ പോലെയുള്ള ചാടിത്തുള്ളൽ അങ്ങ് നിർത്ത്. നോക്ക്, ഇത്തിരി രാത്രിയായി. ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് ലോക്കറിൽ വെക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും പോയി കിടക്ക്. ആ എന്നെ വിട്ടുപോകാൻ നിങ്ങൾ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഇപ്പം നിങ്ങൾ എനിക്ക് എൻ്റെ ജീവനാണ്. നിങ്ങൾക്കും എന്നെ ഒരുപാട് ഇഷ്ടമല്ലേ പ്രേം? എന്താ ഈ പാതിരാത്രി നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഞാൻ നിങ്ങളോട് ബൈ പറയാൻ വന്നതാ. എന്തേ? നയനയ്ക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാ. അവളുടെ അടുത്തുനിന്ന് നിങ്ങളെ തട്ടിയെടുക്കണമെന്ന് എനിക്കില്ല. അതെ, ആ ഇഷ്ടം എനിക്ക് അവളോട് തിരിച്ചും തോന്നണ്ടേ ദീപ? പക്ഷെ നയന, അവളൊരു പെർഫെക്റ്റ് മാച്ചാ. ഈ പാതിരാത്രി നീ ഇത് പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്ക് നമ്മൾ പിരിയുന്നതിന് മുമ്പ് ഒരു തവണ കൂടി എനിക്ക് നിന്റേതാവണം. ഇനി ചിലപ്പോ ഇങ്ങനൊരു നിമിഷം എനിക്കിനി കിട്ടിയെന്ന് വരില്ല.
ദീപ ഒന്ന് പുറത്തേക്ക് പോയി. എങ്കിൽ എനിക്ക് ഇപ്പൊ ഒരു ഗിഫ്റ്റ് വേണം. അല്ല, നിങ്ങള് രാവിലെ എഴുന്നേറ്റ് എവിടെ പോവായിരുന്നു? ഒരു ജോലി തീർക്കാനുണ്ടായിരുന്നു. ജോലിയോ? എന്ത് ജോലി? ഒരു അത്യാവശ്യ ജോലിയായിരുന്നു. ദീപ, നയന, ദീപ, 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 ദീപ. അമ്മേ, മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? അമ്മേ, എന്തുണ്ടായത്? അവൻ ഇവിടെ പോയി. ആര്? എടി, അവൻ. അമ്മേ, നൈന, 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 മോളെ, മോളെ, എടി കുറച്ച് വെള്ളം എടുത്തേ. നൈന, കണ്ണു തുറക്ക് മോളെ. വെള്ളം. നൈന, 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 കണ്ണു തുറക്ക് മോളെ. എടാ, കണ്ണു തുറക്കടാ. നൈന, നൈന, അമ്മേ, അമ്മേ, എന്തൊക്കെ? സ്വർണ്ണമൊക്കെ എവിടെ പോയി? സ്വർണ്ണൊക്കെ എവിടെ പോയി? എന്റെ ദൈവമേ, എല്ലാം കൊണ്ടുപോയല്ലോ. ഇതെന്ത് പറ്റിയതാ? ഇതൊക്കെ എങ്ങനെയാ കാണാതായത്? നൈന, ഇതൊക്കെ എന്താ ഇവിടെ സംഭവിച്ചേ? എന്താ ഇവിടെ സംഭവിച്ചത്? ഇതൊക്കെ ഉറപ്പായിട്ട് അവൻ തന്നെ ചെയ്തതാ. ഇതെല്ലാം അവന്റെ പണിയാ. അവന് നിങ്ങൾ പറഞ്ഞു വിട്ടതല്ലെങ്കിൽ പിന്നെ അതാരാ? ആ ചെറുക്കൻ ആരായിരുന്നു? ഞാൻ ഒരാളെയും പറഞ്ഞു വിട്ടിട്ടില്ലെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ? ശരിക്കുള്ള പ്രേം ഡൽഹിയിലാ ഉള്ളേ, അവൻ നാട്ടിലേ ഇല്ല. പക്ഷെ അവൻ നമ്മളെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു? അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ വിഷമിക്കണ്ട. അംബിക മാഡത്തോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. ആ ചെക്കൻ ഡൽഹിയിൽ നിന്ന് തന്നെയാ വരുന്നത്. നല്ല സൽസ്വഭാവിയായിട്ടുള്ള മിടുക്കം പയ്യനാ. ആ മറ്റന്നാൾ വരുന്നാ പറഞ്ഞേ. ശരി, ഒരു കാര്യം ചെയ്യ്, അഡ്രസ് എഴുതിയെടുത്തോ. ഹൗസ് നമ്പർ 3, മാർക്കറ്റ് റോഡ്, കൂത്താട്ടുകുളം. ആ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആരോട് വെച്ചാലും പറഞ്ഞുതരോ അവര്. കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ശരി ശരി, ഉറപ്പായിട്ടും കാണാം. അപ്പോ ശരി. ആ നമസ്കാരം അമ്മേ. എന്റെ പേര് പ്രേമെന്നാ. ഞാൻ ഡൽഹിയിൽ നിന്ന് വരാ. എന്തിനാ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? അകത്തേക്ക് വാ. സ്വന്തം വീടാന്ന് കരുതിയാ മതി. അകത്തേക്ക് വാ. വാ.
പിന്നെ അമ്മേ, ഇവിടെ അടുത്ത് നല്ല ഹോട്ടൽ വല്ലതും ഉണ്ടോ? എന്റെ കയ്യിൽ കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സേഫ് ആയിട്ട് വെക്കണമായിരുന്നു. മോൻ എന്തിനാ ഹോട്ടലിലൊക്കെ പോയി താമസിക്കാൻ നിൽക്കുന്നത്? ഇത് മോന്റെ വീടായിട്ട് കരുതിക്കോ. പോരാത്തതിന് മോൻ ഇവരെ രണ്ടുപേരെയും നന്നായിട്ട് പരിചയപ്പെടാലോ. ഇതെല്ലാം ഒരു ദുസ്വപ്നമായാ മതിയായിരുന്നു. അല്ലെങ്കിൽ ആ സ്വപ്നമല്ല, സത്യമായാ മതിയായിരുന്നു. നിന്നെ സ്നേഹിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. അതിനുള്ള ശിക്ഷ എനിക്കിപ്പോ കിട്ടി.